ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കുറച്ച് നല്ല ചെമ്മീൻ കിട്ടി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റാണ്. ചെമ്മീൻ കിട്ടിയപ്പോൾ ആദ്യം വിചാരിച്ചത് തീയലുണ്ടാക്കാമെന്നാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് റോസ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെയാണ് റോസ്റ്റിലേക്ക് കടന്നത്. ഞാൻ ഈ അമ്മയോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമില്ല. അമ്മ ഈ പ്രോൺസിനെ കൊഞ്ചെന്നാണ് പറയുന്നത്, ഞാൻ ചെമ്മീനെന്നും. ഞാനൊരു ആലപ്പുഴക്കാരിയാണ്. അപ്പം ഞങ്ങളവിടെ ഈ പ്രോൺസിന് ചെമ്മീൻ എന്നാണ് പറയുന്നത്, കൊഞ്ചെന്നല്ല. കൊഞ്ചിനകത്ത് വേറൊരു സാധനമാണ്. അങ്ങനെ ചെമ്മീനെല്ലാം വൃത്തിയാക്കി പിന്നെ ഞാൻ അതിലേക്കുള്ള സവാള, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞു വെച്ചു. ഞാൻ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് ഞാൻ മൈക്ക് ധരിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ വോയിസ് ഓവറാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് എന്ത് പറ്റിയെന്ന് വെച്ചാൽ, ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ പറഞ്ഞുകൊണ്ട് അതങ്ങനെ തന്നെ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് മൈക്ക് ഉപയോഗിച്ചത്. പക്ഷെ ഒരു പോയിന്റിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, മൈക്കും മൈക്കിൻ്റെ പ്രോബ്ലം ആണോ അത് ഫോണിൻ്റെ പ്രോബ്ലം ആണോ എന്നറിയത്തില്ല, ഇതങ്ങ് റെക്കോർഡായില്ല, വോയിസ് അങ്ങ് റെക്കോർഡാകുന്നില്ലായിരുന്നു. അത് ഞാൻ വീഡിയോ എല്ലാം എടുത്ത് എഡിറ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് ഈ ഒരു പ്രോബ്ലം സംഭവിച്ച കാര്യം അറിയുന്നത്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ ബി എന്ന രീതിയിൽ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുക തന്നെ വഴിയുള്ളൂ. ഞാൻ ഈ ഉണ്ടാക്കുന്ന ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി വളരെ സിമ്പിളാണ്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് മൂപ്പിക്കുക. പിന്നെ അതിലേക്ക് ഇതേണ്ട ഈ സവാളയും പച്ചമുളകും കൂടി ഇട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് കേട്ടെ. അപ്പോഴത്തേക്കും ഞാൻ വേറൊരു കാര്യം പറയട്ടെ നിങ്ങളോട്. ഈ ചെമ്മീൻ റോസ്റ്റ് ഭയങ്കര ഇൻട്രസ്റ്റോടെ ഞാൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഞാൻ ഈ ചെമ്മീൻ കഴിക്കത്തില്ല. ചെറുപ്പത്തിലൊന്നും എനിക്ക് ചെമ്മീൻ കഴിക്കുന്നതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ലായിരുന്നു. ഏതൊരു സമയത്ത് ചെമ്മീൻ കഴിച്ചിട്ട് എനിക്ക് വോമിറ്റിങ്, ഫുഡ് പോയ്സണൊക്കെ ആയി. അതിൽ പിന്നെ ഞാൻ ചെമ്മീൻ കഴിക്കുന്നത് നിർത്തി. ഞാൻ ആ സവാളക്കകത്തേക്ക് ഒരു തക്കാളിയും കൂടി അരിഞ്ഞിട്ടു. ചെമ്മീൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. ചെമ്മീനിടാം. നമ്മുടെ മസാല റെഡിയാക്കാനായിട്ട് ഞാനീ പറയുന്നത് വേറൊന്നുമല്ല, ഞാൻ ബേസിക് മസാലകളാണ് ഇതിൽ ചേർക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഞാൻ പ്രത്യേകിച്ചൊന്നും ഇതിലിടുന്നില്ല. ആദ്യം തന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തു, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇത് ഗരം മസാലയാണ്, ശേഷം തേങ്ങാക്കൊത്തും കൂടി ചേർക്കുക. എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്, വലിയ കുമ്മൊന്നുമില്ല. നമ്മുടെ മസാല റെഡിയായി. നമുക്കിപ്പോൾ ചെമ്മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ചെമ്മീൻ വേവിക്കാൻ വെച്ചപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ കഷ്ണം കൊടമ്പുളി ഇട്ടാണ് വെച്ചത്. മസാലയിട്ട് മിക്സ് ആക്കി. ചെമ്മീനകത്ത് ആ മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഗ്രേവിക്ക് വേണ്ടി ആ ചെമ്മീൻ വേവിച്ച് വെച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കുകയാണ്. അതാണ് എന്നോട് വന്ന് പറയുന്നത്, ആ വെള്ളം കുറച്ച് ഒഴിക്കണം, ഗ്രേവി വേണമെന്നൊക്കെ. അങ്ങനെ ആ ചെമ്മീൻ്റെ സ്റ്റോക്ക് ഒഴിച്ച് ഞാൻ ആ ഗ്രേവി ആക്കി. അത് ലേശമേ ഒഴിച്ചുള്ളൂ. ആ സ്റ്റോക്ക് ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ചെമ്മീനൊരു കറി ഫോമിലേക്ക് മാറും. അങ്ങനെ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ അവസാനം ഒരു സാധനം ഇട്ടായിരുന്നു, പെരിഞ്ചീരകം പൊടിച്ചത്. റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ചെമ്മീൻ കഴിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ അവർക്ക് കഴിക്കാൻ കൊടുക്കുന്നതാണ് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ്. സാമ്പാർ, അച്ചിങ്ങയും ബീട്രൂട്ടും കൂടി മെഴുക്കോട്ട് വെച്ചത്, ചെറിയ മീൻ വറുത്തത്. അങ്ങനെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റൊക്കെ റെഡിയായി. ഞാനും പോയി ലഞ്ച് കഴിക്കട്ടെ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.